ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയും തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തീർത്തുന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നോക്കാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ, അവർക്കത് മനസ്സിലാകുന്നുണ്ടോ. ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആൾ ആയിരിക്കാം. നമുക്ക് അവരുടെ എനർജി എന്താണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. ടെമ്പറൻസ് ആണ്, ഹൈറഫന്റ്, മാൻ ഓഫ് പെന്റക്കിൾ, എയ്റ്റ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, മജീഷ്യൻ, പിന്നെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് റിലേഷൻഷിപ്പ് കാർഡുകൾ കൂടെ നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ജഡ്ജ്മെന്റ്, ഏസ് ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് കപ്സ്, ഫൈവ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾ. ഹൈറഫന്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് കൂടി നോക്കാം. ടെൻഷൻ കാർഡ് വെച്ചിട്ട് നോക്കാം. ഇതിൽ ഇപ്പോൾ ആദ്യം തന്നെ ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ് വന്നത്. ഈ ടെമ്പറൻസ് എന്ന് പറയുമ്പം അതൊരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്, ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണെന്നാണ് കാണുന്നത്. കാരണം ഹൈറഫന്റ്, ഈ ഒരു ഹൈറഫന്റിൽ ഇതൊരു വിവാഹത്തിൻ്റെ ഒരു ചിത്രമാണുള്ളത്. ഹൈറഫന്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ മാരേജ് ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കൂടുതലത് ക്ലാരിറ്റി എടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇല്യൂഷൻ, ഏജ് സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ഇതില് പാസ്റ്റ് ലൈഫ് ഈ ജന്മത്തിലും നിങ്ങളിൽ കുറച്ച് കൂടുതൽ ആൾക്കാരും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ തന്നെയാണെന്നാണ് കാണുന്നത്. കാരണം ഇതിൽ ഒരു ചൈൽഡ് എന്ന് പറയുന്നൊരു കാർഡുണ്ട്. കിഡ്സ് ആർ റെപ്രസെൻറ്റിങ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിങ്ങളൊരു വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം കുറച്ചധികം ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത്രയും ബോണ്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയാൽ പോലും അതിൽ കുഞ്ഞുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് മറ്റാർക്കും അറിയില്ലായിരിക്കാം, നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കാം. ഇത് പുറത്ത് വേറെ ആർക്കും അറിയാൻ പറ്റാത്തതും ആയിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. കാരണം
നിങ്ങൾ ചിലപ്പോൾ രഹസ്യമായി വിവാഹം കഴിച്ചു, കാരണം ഇതിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് വേറെ പാർട്ട്ണർ ഉണ്ടായിരിക്കാം, ആ വ്യക്തിക്ക് വേറെ പാർട്ട്ണർ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇതിലൊരു എനർജി കാണുന്നത്. ഇതിൽ വരുന്നത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു റീഡിംഗ് ആണത്, ഒരു റീഡിംഗ് ആയിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വിവാഹം കഴിച്ച് ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലോ നിങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച ആൾക്കാരാണ് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അതിലും ചിലപ്പം കുഞ്ഞുങ്ങൾ ഇൻവോൾവ്ഡ് ആയിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒരു ഫുൾഫിൽമെൻറ്റിൽ കഴിഞ്ഞൊരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലും അങ്ങനെ ആയിരുന്നു എന്ന് കാണുന്നുണ്ട്, വളരെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ടെത്തിയതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം എന്താണ് എന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം നമ്മൾ അല്ലാതെ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾക്ക് അത്രയധികം സന്തോഷം കിട്ടിയത്, അങ്ങനെ പറയാം. പിന്നെ 8 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അങ്ങ് അഡിക്ഷനായിപ്പോയി എന്നുള്ളതാണ്. നിങ്ങൾക്കത് മാറാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ തന്നെ നിങ്ങളെ ചുറ്റി വലിഞ്ഞു വെച്ച ഒരവസ്ഥയാണ്. കാരണം അത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വന്നാലും ഈ തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ശേഷം ഈ തേർഡ് പാർട്ടി വന്നതായിരിക്കും. ആദ്യം ചിലപ്പോൾ നിങ്ങളായിരിക്കും ഒരുമിച്ചുണ്ടായിരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പറ്റാതെ വേറൊരു തേർഡ് പാർട്ടി അവിടെ എത്തിയതുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ഒരു ജീവിതം ആയിരിക്കാം ഇത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനേ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ തന്നെ ഒരു ട്രാപ്പിൽ, ഒരു മെൻ്റൽ ട്രാപ്പിലാണ് നിങ്ങൾ. പിന്നെ ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില ആൾക്കാർ മനസ്സ് ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും ഒരു കല്ലാക്കി വെച്ച് ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഈ സമയം. ഇതിലൊരു മാജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാജിക്കൽ ബോണ്ട് ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു മാജിക് ഉണ്ട്. അത് ഈ പാസ്റ്റ് ലൈഫിൽ നിന്നും കിട്ടിയതായത് കൊണ്ടാണ് അത്രയും ഒരു അടുപ്പം, അല്ലെങ്കിൽ ഒരു മാജിക് എന്ന് തന്നെ വീണ്ടും പറയാം. അത്രയും ഒരു മാജിക് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടായത്. കാരണം എല്ലാ തരത്തിലും നിങ്ങൾ അത്രയധികം സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രണയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഒക്കെ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരിക്കാം. അവിടെ ചിലപ്പോൾ നിങ്ങൾക്കായാലും ആ വ്യക്തിക്കായാലും വേറെ ഒരു റീപ്ലേസ്മെൻറ്റ് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയധികം നിങ്ങൾ പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈ പാസ്റ്റ് ലൈഫിൽ തന്നെ ഒരു കാർമിക്കായിട്ടുള്ളൊരു അക്കൗണ്ട് ആയിരിക്കാം ഇത്. കാർമിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം. കാരണം എന്നാൽ മാത്രമേ ഏറ്റവും സന്തോഷം കിട്ടിയാൽ മാത്രമേ അതിൽ നിന്ന് ഏറ്റവും സങ്കടപ്പെടാൻ പറ്റുള്ളൂ. ഈ കാർമിക് എന്ന് പറയുന്ന ഒരു കാര്യം ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഇതിലൊരു ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടെമ്പറൻസ് എന്ന് പറയുന്ന ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ആ ഒരു കാര്യം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വീണ്ടും വന്നത്. കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഹീൽ ചെയ്യാതെ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിപ്പോയിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഹസ്ബൻഡ് വൈഫാണെങ്കിൽ ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മറക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തവസ്ഥയിലായാലും ശരിക്കും ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും മായ്ച്ച് കളയാൻ പറ്റാത്തതാണ് എന്ന് നിങ്ങൾക്കും ആ വ്യക്തിക്കും
തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് വരുന്നത് നമ്മൾ പാസ്റ്റ് ലൈഫിൽ ഒരു ബോണ്ട് ഉള്ളത് കൊണ്ടാണെന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു ഇത് പിന്നെ എപ്പോഴും ആണ് അത് മാറിപ്പോയത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് അത് മാറിപ്പോയത്. അതുവരെ അങ്ങനെ ആയിരുന്നു എന്നാണ് കാണുന്നത്. 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും ഈ ഒരു പ്രണയം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ പെയിനും ഉണ്ടാകുമെന്നാണ്. എത്രത്തോളം സന്തോഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രത്തോളം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പെയിൻ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. പിന്നെ 8 ഓഫ് പെന്റാക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെന്നാണ്. സ്നേഹം അത്രയും നിങ്ങളായിരിക്കും, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് നിങ്ങളായിരിക്കും, ഈ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് നിങ്ങളായിരിക്കും. ഈ ആൾ പറയുന്നത് പോലെ മാത്രം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഇഷ്ടമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വ്യക്തിക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉള്ളത്. അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഈ സമയത്ത് ഈ വ്യക്തി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം ഇതിൽ നിങ്ങളുടെ എനർജി എത്രമാത്രം ഇതിന് കൊടുത്തിട്ടുണ്ട്, എത്ര സത്യസന്ധത ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നൊക്കെ ഈ വ്യക്തി ഈ സമയത്ത് തിരിച്ച് അത് ആലോചിക്കുന്നുണ്ട്. അത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ടാണെന്നാണ് കാണുന്നത്. പിന്നെ ഹൈറഫൻ്റ് ആണ്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ മാരേജാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, ഈ ജന്മത്തിലും ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇതിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഇപ്പം നിങ്ങൾക്കും ചില ആൾക്കാർക്കാണ് കേട്ടോ, എല്ലാവർക്കും അല്ലാതെ ചില ആൾക്കാർക്ക് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ രണ്ടുപേർക്കും പാർട്ട്നേഴ്സ് ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നാലും നിങ്ങളൊരു രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. ആ രഹസ്യമായ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം അതിൽ കുഞ്ഞുണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതും ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആയിരിക്കാം. പിന്നെ ശരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു 3Dയിൽ മാത്രം ജീവിക്കുന്ന ആളാണ്. സ്പിരിച്വൽ ആണെങ്കിൽ പോലും ബാക്കി കാര്യങ്ങളിൽ അത്രയധികം അങ്ങോട്ട് വിശ്വാസം വരാത്ത ഒരാളായിരുന്നിരിക്കാം പാസ്റ്റിൽ, അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇതിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് പ്രായ വ്യത്യാസം ഉള്ളതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഫീമെയിലിന് മെയിലിനേക്കാളും പ്രായം കൂടുതലുള്ള ഒരു റിലേഷൻഷിപ്പും ഇത് കാണുന്നുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് പ്രായം കൂടിയ ഫീമെയിലുണ്ട് എന്ന് കാണുന്നുണ്ട് മെയിലിനേക്കാളും. എല്ലാവർക്കും ഉള്ള എനർജി അല്ല ഇത് കാണുന്നത്. ഏജീസാൽ ഇൻഡ്യൂഷൻ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്നാൽ പോലും അത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു പരസ്പരം എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട്. അത് അവർ ഒരത്ഭുതമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ചിലപ്പോൾ കുറേ ആൾക്കാർ ഇത് വേറെ പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയി. എന്നിരുന്നാലും നിങ്ങൾക്കൊരിക്കലും അവരെ മറക്കാനോ അവർക്കൊരിക്കലും നിങ്ങളെ മറക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവരെ അത്ഭുതപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്, ഇത് മറക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രസൻസ് ഇപ്പോഴും അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരൊന്ന് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളവരുടെ അടുത്തുണ്ടായിരിക്കും, അങ്ങനെ കാണുന്നുണ്ട്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അതും ഈ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി നിങ്ങളത് ഹീൽ ചെയ്യാതെ ആ ഒരു ചാപ്റ്റർ അവസാനിപ്പിച്ച ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ടി വന്നത്. അപ്പം ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനുമാണ് ഈ ഒരു
ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ. അങ്ങനെ കാണുന്നുണ്ട്. വിക്ടിമൈസ്ഡ് ആണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ തെറ്റൊന്നും ചെയ്യാതെ നിങ്ങൾ ചിലപ്പോൾ കുറ്റക്കാരായിട്ടുണ്ടായിരിക്കാം. എല്ലാവരും, ഒരുപാട് ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പുറത്തെ ആൾക്കാരെ അറിഞ്ഞ് ഒരുപാട് ദ്രോഹം നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. കാരണം മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇത് അറിയുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളൊരു ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ അവർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ എന്താണ് അനുഭവിച്ചത്, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എത്ര നാണം കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എത്ര ഹരാസ് ചെയ്തിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ചിലപ്പോൾ ഈ വ്യക്തി പോലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ആൾ ഓർക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. സെൽഫ് ലവ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങളൊരു ഡിപ്രഷനിലൊക്കെ ആയിപ്പോയ സമയത്ത് നിങ്ങൾ അതിനുശേഷം നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു പാസ്റ്റിൽ നടന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്തു. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു ഷാഡോയാണ്. ഇത് ഷാഡോയുടെ കാർഡാണ്, നിങ്ങളുടെ ഒരു ഷാഡോ. അപ്പോൾ ഇത് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി എന്നാണ് കാണുന്നത്. നിങ്ങളുടെ തന്നെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ. അപ്പം അതാണ് ആ വ്യക്തിയിലൂടെ നിങ്ങൾ പ്രതിഫലിക്കുന്നത്. അപ്പം നിങ്ങളത് ഹീൽ ചെയ്താൽ ആ വ്യക്തി ആൾറെഡി അത് ഹീലാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ സെയിം സിറ്റുവേഷനിൽ വളർന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ തീരെ ഇതിൽ ചൈൽഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം. പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പെയിൻ അനുഭവിച്ച് വളർന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒറ്റപ്പെട്ട് വളർന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ആ ആള് ഈ സമയത്ത് അത് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നാണ്. ചിലപ്പോൾ ആ വ്യക്തി എത്രത്തോളം സ്പിരിച്വൽ ഈ സമയത്ത് ആയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്കൊന്ന പെയിനും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് നിങ്ങൾക്കുണ്ടായ ഒരു കാര്യങ്ങളും ഒക്കെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഷാഡോ നിങ്ങൾ ലൈറ്റാക്കി എടുക്കണം എന്നാണ്. നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഷാഡോ ഹീൽ ചെയ്യുമ്പോൾ ആ ഒരു ആളും ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ചെയ്യും എന്നാണ് കാണുന്നത്. ഹീൽ ചെയ്യപ്പെടും എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ പാസ്റ്റ് അറിയാമെങ്കിൽ ആ വ്യക്തിക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളത് ചെയ്യും എന്നാണ് കാണുന്നത്. കാരണം അത്രയധികം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ആ വ്യക്തിയെ മറക്കാനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഒരു അതും കൂടി എടുത്ത് നമുക്ക് ഇത് എന്താക്കാം. തിങ്ക് ടൈസ് ആവുന്നിട്ടുള്ളത് സംതിങ് ഇസ് നോട്ട് ഗുഡ് യുവർ ഹയസ്റ്റ് ഗുഡ്. അപ്പം നിങ്ങൾ ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കണം എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പം എല്ലാ കാര്യവും ഒരുപോലെ ഫ്യൂച്ചറിൽ നല്ലതായിരിക്കണം എന്നില്ല. ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്നത് എന്ത് തീരുമാനമാണോ അത് ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കണം എന്നാണ് കാണുന്നത്. അതൊന്നുകൂടി ഒന്ന് റീകൺസിഡർ ചെയ്യണം എന്ന് കാണുന്നുണ്ട്. മക്കാളിത ഡിവൈൻ ഫെമിനൈനാണ്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണ് എന്നാണ് കാണുന്നത്. ചില ആൾക്കാർ ടിൻ ഫ്ലെയിമിനെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എല്ലാം ടിൻ ഫ്ലെയിമാണ് എന്ന് പൊതുവെ അങ്ങനെ വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് ആൾക്കാർ ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാനോ ഒന്നും പറ്റാത്തത്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ചും ഫ്രീക്വൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങളെ വിട്ടിട്ട് പോകാൻ ആ വ്യക്തിക്ക് ഒരിക്കലും പറ്റില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബന്ധത്തിന് ശരിക്കും ഒരു പ്രൊട്ടക്ഷനുണ്ട്, ഒരു പരാശക്തിയുടെ ഒരു പ്രൊട്ടക്ഷനുണ്ട്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ ആളിന് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ബി പോസിറ്റീവ്, എവറിത്തിങ് ഈസ് അലൈനിങ് ടുവേഴ്സ് യൂണിയൻ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു യൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കാണുന്നത്. ഇപ്പം നിങ്ങൾ അഥവാ സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾ തമ്മിലൊരു യൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിലും അങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ യൂണിയൻ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നാണ് നോക്കിയത്. അപ്പം ആദ്യത്തെ ആ കാർഡ്സിൽ തന്നെ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.